ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ മൂന്നാമത്തെ ഇഫ്താർ വ്ളോഗാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നല്ലൊരു പാർട്ടി സ്പെഷ്യൽ പുഡിംഗ് റെസിപ്പി, പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്യാത്ത ഓയിൽ ഫ്രീ സ്നാക്ക് റെസിപ്പി ഉണ്ട്, പിന്നെ നല്ലൊരു റൈസ് റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടോക്കുക. കണ്ടിഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം രാവിലത്തെ അത്തായും നിസ്കാരവും ഓതലും എല്ലാം കഴിഞ്ഞ് കിടന്നിട്ടുണ്ടായിന്. പിന്നെ ഒരു 8 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് ഇസ്തിരി ഇടലാന്ന്. 8:30 ആകുമ്പോൾ മോന് സ്കൂളിൽ പോകണം. നോമ്പിന് പൊതുവെ രാവിലെ എഴുന്നേറ്റാൽ ഫ്രഷായി കഴിഞ്ഞാൽ ഇസ്തിരി ഇട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്ത് പിന്നെ മാസി പോയി കഴിഞ്ഞിട്ടാണ് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ക്ലീനിങ്ങൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, വീഡിയോ ഒരുപാട് ലെങ്തി ആകുന്നത് കൊണ്ടാണ്. ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഫുഡിന് വേണ്ടുന്ന എന്തെങ്കിലും ചിക്കനോ ഫിഷോ എല്ലാം കട്ട് ചെയ്യാനെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം തലേ ദിവസം ഞാനൊരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പാർട്ടി സ്പെഷ്യൽ മസ്റ്റ് ട്രൈ പുഡിങ് ആണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് വെച്ചിട്ട് ഞാൻ ഒരുപാട് പുഡിങ് ഇതിൽ റെസിപ്പി ചെയ്തിട്ടുമുണ്ട്, ആക്കിയിട്ടുമുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും ബെസ്റ്റ് എവർ പുഡിങ് എന്ന് പറയാം, അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഹൈഡ് ആൻഡ് സീക്ക് പുഡിങ്ങാണ്. പിന്നെ ഈ പുഡിങ് ഉണ്ടാക്കാനും സിമ്പിളാണ്. ജെലറ്റിനോ ചൈന ഗ്രാസോ ഒന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ പുഡിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഒരുപാട് പേര് പലതരത്തിലാണ് ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് തന്നെയാണ്. ഇതുപോലെ ചോക്കോ ചിപ്സ് വരുന്ന ഏത് ബിസ്ക്കറ്റ് എടുത്താലും മതി. ഗുഡ് ഡേൻ്റെ ബിസ്ക്കറ്റെല്ലാം വരുന്നുണ്ട്, പക്ഷേ ഈ ഒരു ബിസ്ക്കറ്റിൽ ചെയ്യുമ്പോൾ എന്നിട്ട് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കിട്ടുമെങ്കിൽ ഈ ഒരു ബിസ്ക്കറ്റ് തന്നെ എടുക്കാൻ നോക്കാം. പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ച ആ ഒരു ഗ്രാമിൽ അത്ര വരുന്ന 2 പാക്കറ്റാണ് എടുക്കേണ്ടത്. 2 പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്കാണ് ഇതിൻ്റെ നേർപകുതി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്താൽ മതി ഒരു പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്കാണെങ്കിൽ. ഇതിപ്പോൾ മോളാണ് ബിസ്ക്കറ്റ് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് എടുക്കുന്നത്. ഇതുപോലെ കൈകൊണ്ട് തന്നെ പീസാക്കി എടുക്കുക, ചെറിയ പീസാക്കിയിട്ട് തന്നെ എടുക്കണം, മിക്സിയിലിട്ട് പൊടിക്കണ്ട കേട്ടോ. ആ ടൈമിൽ ഞാൻ ബദാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. തലേദിവസം പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി, മിക്സിയിലിട്ട് പൊടിക്കണ്ട കേട്ടോ. ഇത് ചോപ്പറാണ്, അതുകൊണ്ട് പൊടിയൂല, കട്ട് ചെയ്ത് കിട്ടുകയേ ഉള്ളൂ. അപ്പോൾ ബദാം ഞാൻ ഒരു കൈപ്പിടി, അതായത് 2 പാത്രത്തിലാക്കുന്നതുകൊണ്ട് തന്നെ 2 ഹാൻഡ്ഫുള്ളായിട്ടാണ് ബദാം എടുത്തിട്ടുള്ളത്. പിന്നെ ഈ നട്ട്സെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, കൂടിയാലും കുറയാനാലൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇത്രയെങ്കിലും ചേർക്കണം കേട്ടോ. അതിൽ നട്ട്സെല്ലാം കടിക്കാൻ കിട്ടുമ്പോൾ ആണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ബിസ്ക്കറ്റ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. 10 സ്ലൈസ് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ ഇത് 2 പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്കാണ് 10 സ്ലൈസ് ബ്രെഡ്. ഒരു പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്കാണെങ്കിൽ 5 സ്ലൈസ് ബ്രെഡ് മതി. ഇനി ഈ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതും പൊടിക്കണ്ട കേട്ടോ, മിക്സിയിലിട്ട് പൊടിക്കണ്ട, ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഈ പുഡിങ് ഞാനൊരു 5-6 വർഷമായിട്ട് ഉണ്ടാക്കുന്ന പുഡിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത പാടെ തന്നെ ചെയ്തിട്ടുണ്ടായിന്. സോങ് ഇട്ടിട്ടാണ് ചെയ്തത്, വോയിസ് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അന്നേരം തന്നെ എനിക്ക് 500 സബ്സ്ക്രൈബറാ മറ്റേ ഉണ്ടായത് ുള്ളൂ. അപ്പം തന്നെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 35,000 വ്യൂസ് വരെ ഈ പുഡിങ്ങിന് കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ ഇപ്പം അതിനൊരു 55K അങ്ങനെ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നല്ല വൃത്തിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പെട്ടെന്ന് സ്പീഡിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, കണ്ടു നോക്കാം കേട്ടോ. ഒരു 4 മിനിറ്റ് മറ്റേ ഉള്ളൂ ആ വീഡിയോ, വോയിസ് കൊടുക്കാതെ ചെയ്തതാണ്. പക്ഷെ അതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതും പെർഫെക്റ്റ് തന്നെ, പക്ഷെ സ്പീഡിലാണ് എല്ലാം കാണിക്കുന്നത്. പിന്നെ 2 പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ കാണിക്കുന്നത്. അതിൽ ഒരു പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ്. കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ.
പിന്നെ ഈ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തതൊന്നും കളയണ്ട, ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ചെറിയ കളർ ചേഞ്ച് ഉണ്ടാവുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ തലേന്ന് ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ ബ്രെഡിൻ്റെ സൈഡ് കളഞ്ഞതും അതെല്ലാം ആ ബോക്സിൽ കണ്ടത്. ഇനിയിപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാൻ വെച്ചിന് അതിലേക്ക് 50 ഗ്രാം 50 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുത്തതിന്. പകുതിയാണെങ്കിൽ 25 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. നേരത്തെ കട്ട് ചെയ്ത ബദാം പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കുക. ബട്ടർ പെട്ടെന്ന് ബേണാവും, അതുകൊണ്ട് ബട്ടർ ചേർത്തിട്ട് അത് മെൽറ്റാവാനൊന്നും നിൽക്കണ്ട. മെൽറ്റാവാൻ നിന്നാൽ പെട്ടെന്ന് ഒരു കരിഞ്ഞ പോലെ. ബദാം ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച ബിസ്ക്കറ്റും ബ്രെഡും ചേർത്ത് കൊടുക്കുക. ബദാം ഒരുപാട് ഇങ്ങനെ അണ്ടിപ്പരിപ്പൊന്നും മുരിഞ്ഞ് വരുന്നതൊക്കെ കളറൊന്നും ചേഞ്ച് ആവാൻ നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ബ്രെഡും ബിസ്ക്കറ്റും ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ബട്ടറിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ബ്രെഡും ബിസ്ക്കറ്റും ഈ ബട്ടറിൽ നല്ലോണം മൊരിഞ്ഞ് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഈ ബ്രെഡെല്ലാം നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റാണ്. ഒരു 5-8 മിനിറ്റെങ്കിലും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്ത് ഇതുപോലെ ബ്രെഡിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഏത് പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്കാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് കൊടുക്കുക. ഇതിൽ നിന്ന് ഒരു 1/4 ഭാഗം മാറ്റി വെക്കണം, പകുതിയൊന്നും മാറ്റി വെക്കണ്ട. ലാസ്റ്റത്തെ ലെയറിൽ ഒന്ന് ഡെക്കറേറ്റ് ആയിട്ടും പിന്നെ അത് ഒന്ന് കടിക്കാനും കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ലാസ്റ്റത്തെ ലെയറിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 പാത്രത്തിലും ഫസ്റ്റ് ലെയറായിട്ട് ഒരുപോലെ ബ്രെഡും ബിസ്ക്കറ്റും ബദാമും എല്ലാം കിട്ടുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് വെക്കുക. ഇനി സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. ഞാനിപ്പോൾ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഒരു പുഡിങ്ങിനേക്ക് വേണ്ടിയാണെങ്കിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. ഞാനിപ്പോൾ 2 പുഡിങ്ങിന് വേണ്ടിയിട്ടായതുകൊണ്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ വിപ്പിംഗ് ക്രീം ബീറ്റർ കൊണ്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കേക്കിനെല്ലാം ചെയ്യുന്നതാണൊക്കെ നല്ലോണം സ്റ്റിഫായിട്ട് ചെയ്യണ്ട, എന്നാലും കുറച്ച് ഒന്ന് ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചൈന ഗ്രാസോ ജെലറ്റിനോ ഒന്നും ചേർക്കുന്നില്ല, എന്നാലും തണുത്ത് കഴിഞ്ഞാൽ നല്ല പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ കഴിക്കാൻ പറ്റും. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മധുരം ഉള്ള വിപ്പിംഗ് ക്രീം തന്നെ, എന്നാലും ഒരു 1/4 കപ്പ് മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നിങ്ങളുടെ ക്രീമിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിന് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഓഫായി പോവുക എന്തോ ചെയ്തതാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ മുന്നേ ചെയ്ത ആ ഒരു റെസിപ്പി വീഡിയോ സംശയം ഉണ്ടെങ്കിൽ കണ്ടോക്കാം കേട്ടോ. അതിൽ നല്ല പെർഫെക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. 2 കപ്പ് വിപ്പിംഗ് ക്രീമിനാണ് 1 കപ്പ് ഫ്രഷ് ക്രീം. അപ്പോൾ നിങ്ങൾ ഒരു പാത്രത്തിലാക്കുന്നതാണെങ്കിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീമിന് 1/2 കപ്പ് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ വിപ്പിംഗ് ക്രീം ഫ്രഷ് ക്രീം മിൽക്ക് മെയ്ഡ് ആ ഒരു ക്രീമിൻ്റെ മിക്സ്ചർ സെക്കൻഡ് ലെയറായിട്ട് കൊടുക്കുക. ആദ്യത്തെ ലെയർ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. നല്ലോണം തണുത്തതിന് ശേഷമാണ് സെക്കൻഡ് ലെയർ ഇട്ട് കൊടുക്കുന്നത്. ഇനി സെക്കൻഡ് ലെയർ നല്ലോണം ലെവലാക്കിയിട്ട് സെറ്റ് ചെയ്യുക കേട്ടോ. ഞാനിത് സ്പീഡിൽ ചെയ്യുന്നതാണ്. ഇത് ഞാൻ തലേന്ന് എടുത്ത വീഡിയോ ആണ്. അന്ന് ഞാൻ വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ചിട്ടില്ല. പെട്ടെന്ന് അങ്ങനെ പുഡിങ് ഉണ്ടാക്കാൻ തീരുമാനിച്ച് ഒന്നിക്കാൻ്റെ വീട്ടിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയ പുഡിങ്ങാണ്. അപ്പോൾ സെക്കൻഡ് ലെയറായിട്ട് അതും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി തേർഡ് ലെയറിന് വേണ്ടിയിട്ട് ഒരു 150 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ട് മെൽറ്റാക്കാൻ വെക്കുന്നുണ്ട്. ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലോണം മെൽറ്റാക്കിയിട്ട് എടുത്താലും മതി. ഞാനിപ്പോൾ മൈക്രോവേവ് ഉള്ളതുകൊണ്ട് അതിലൊരു മിനിറ്റ് കൊടുക്കുമ്പം മെൽറ്റായിട്ട് വരും. ഇതിപ്പോൾ ചോക്ലേറ്റ് നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി സ്പൂണ് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ബാറ്ററാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് എല്ലാം മെൽറ്റാക്കാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ മെൽറ്റാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇത് നേരത്തെ വിപ്പിംഗ് ക്രീം നേർപകുതിയാണ് കേട്ടോ ഞാൻ അതിൽ ചേർത്ത് കൊടുത്ത്. ഞാൻ നേരത്തെ പറയാൻ എനിക്ക് വിട്ടുപോയിന്. പകുതി മാറ്റി വെക്കണം. ഈ പകുതിയിലാണ് ചോക്ലേറ്റിൻ്റെ ഈ മിക്സ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ചോക്ലേറ്റ് മെൽറ്റാക്കിയതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ബീറ്റാക്കി എടുക്കുക. ചോക്ലേറ്റ് ചേർത്തിട്ട് ബീറ്റാക്കുമ്പോൾ കുറച്ച് നല്ലോണം കട്ടിയായിട്ട് വരും.
അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അത് തേർഡ് ലെയറായിട്ട് കൊടുക്കുക. അപ്പോൾ നേരത്തെ ഫസ്റ്റ് ലെയറിൽ പകുതിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തേർഡ് ലെയറിൽ ഇതുപോലെ ചോക്ലേറ്റ് മെൽറ്റാക്കിയതും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് തേർഡ് ലെയറായിട്ട് കൊടുക്കുക. ഇത് കുറച്ച് കട്ടിയിലുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത്ര ചോക്ലേറ്റ് വേണ്ടെങ്കിൽ 100 ഗ്രാം ചോക്ലേറ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ചോക്ലേറ്റ് മെൽറ്റാക്കിയത് ചേർത്തതുകൊണ്ടാണ് നല്ല കട്ടിയിലുള്ളത്. ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കേക്കിനൊന്നും ചെയ്യുന്ന പോലെ നല്ലോണം ലെവലാക്കി എടുക്കുകയൊന്നും വേണ്ട. ഇതിൻ്റെ മുകളിൽ ഇനി ആ ബിസ്ക്കറ്റിൻ്റെ മിക്സ് എല്ലാം വരാനുണ്ട്. അതുകൊണ്ട് ഒന്ന് പറ്റുന്നത്ര ഒന്ന് ലെവലാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് കാണുമ്പോൾ ഫുള്ള് ക്രീമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതൊക്കെയല്ല. ഇത് കേക്കിൻ്റെ ടേസ്റ്റോ ഒന്നുമല്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. പുഡിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഇനി ഇതിൽ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ബിസ്ക്കറ്റും ബ്രെഡും ബദാമിൻ്റെ ആ മിക്സ് ഇതുപോലെ സൈഡിലേക്ക് മാത്രം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. നടുക്ക് ഞാൻ ചോക്കോ ചിപ്പാന്ന് ഇടാൻ വിചാരിച്ചത്, പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടെന്നാണ് വിചാരിച്ചത് കേട്ടോ. പിന്നെ ഞാൻ ബദാം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിന്. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. സെൻറ്ററിൽ ചോക്കോ ചിപ്പും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റിനുള്ളതുപോലെ. അപ്പോൾ ഇങ്ങനെ ബദാം ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അതെന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. നല്ലോണം തണുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യേണ്ടത്. നല്ല പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പുഡിംഗ് എല്ലാം ചെലറ്റിനും ചൈന ഗ്രാസ് എല്ലാം ഒഴിച്ച പുഡിങ് കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇതിപ്പോൾ ഒന്ന് ഇക്കാൻ്റെ വീട്ടിൽ കൊടുത്തിന്, മറ്റേത് കുട്ടികൾ നോമ്പ് തുറന്ന പാടെ തന്നെ കഴിച്ചിന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഓർക്കുന്നത് ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിനല്ല. അപ്പോൾ ഞാനിതാ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്ന വീഡിയോ അതാണ് കേട്ടോ. നോമ്പ് തുറന്ന പാടെ തന്നെ കുട്ടികളത് കഴിച്ചിട്ടുണ്ടായിനി. ഇനിയിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതുപോലെ നല്ല പീസാക്കിയിട്ട് തന്നെ 3 ലെയർ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണും കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിൽ തന്നെ 3 ലെയർ ചെയ്തെടുക്കുക. ആദ്യം വിപ്പിംഗ് ക്രീമിൻ്റെ ലെയർ കൊടുക്കുക, സെക്കൻഡ് ചോക്ലേറ്റ് ക്രീമിൻ്റെ ആ ലെയർ. അപ്പോൾ അടിയിൽ നിന്ന് ആ ബട്ടറിൽ സോട്ട് ചെയ്ത ബിസ്ക്കറ്റും ബ്രെഡും ബദാമും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഈദിന് നിങ്ങൾക്ക് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതുണ്ടാക്കി നോക്കാം കേട്ടോ. ഇനിയിപ്പം പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ്. രാവിലത്തെ ഇസ്തിരി ഇടലും ക്ലീനിങ്ങും പിന്നെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ എന്തെങ്കിലും ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം കഴുകി വെച്ച് പിന്നെ കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ രാത്രിയിലത്തെ ഫുഡ് ഇറച്ചിച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇറച്ചിച്ചോറ് എളുപ്പത്തിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ആദ്യം ഞാൻ വിചാരിച്ച് രാത്രിയിലത്തെ ഫുഡൊന്നും കാണിക്കണ്ടാന്ന്, പക്ഷേ ഇത് ഇറച്ചിച്ചോറായതുകൊണ്ട് ഞാൻ ഇതുവരെ ഇതിൻ്റെ റെസിപ്പി ചെയ്തിട്ടില്ല. അപ്പോൾ നോമ്പിനായാലും മറ്റേത് സമയത്ത് പെട്ടെന്ന് ഒരു റൈസ് റെസിപ്പി ബീഫ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റൈസ് റെസിപ്പിയാണ്. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. ബിരിയാണി ഉണ്ടാക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെ എളുപ്പത്തിൽ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെക്കലാണ്. ഇതിപ്പോൾ 1/2 കിലോ ബീഫാണ്. ഇത് കറി പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ഇറച്ചിച്ചോറിൻ്റെ വീഡിയോയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറച്ചിച്ചോറാക്കലാന്ന്. ഇനിയിപ്പോൾ ഇറച്ചിച്ചോറിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വലിയ ഉള്ളി, 2 സവാള, ഒരു മീഡിയം സൈസ് തക്കാളി. ഇതിന് അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ബിരിയാണിക്കെല്ലാം ചെയ്യുന്നത് പോലെ ഒരു 3-4 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, ഒരു ബൾബ് വെളുത്തുള്ളി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ തലേ ദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അരച്ച് വെച്ചതാണ്. ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെടുത്തിട്ട് അരച്ചതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി വെക്കണ്ട, ട്രാൻസ്പാരൻറ്റ് കളറാവുന്നതേ ഉള്ളൂ. ട്രാൻസ്പാരൻ്റ് ഇല്ലേ, ആ ഒരു കളറിൽ വരുന്നതേ ഉള്ളൂ. വെളുത്തുള്ളി മോശമാവോ ചീഞ്ഞു പോവോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇതാ എടുക്കുമ്പോൾ ഇതുപോലെ ഇതിനി വെള്ളത്തിലിടുമ്പോൾ മാത്രമാണ് ആ ഒരു ജസ്റ്റ് ഒരു കളർ. അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഇടുന്നത് കൊണ്ടായിരിക്കും. പക്ഷെ ചീഞ്ഞു പോകുമോ വെളുത്തുള്ളിക്കൊന്നും പറ്റുന്നൊന്നുമില്ല. അത് അരച്ച് എന്നാൽ സാധാ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പോലെ തന്നെയാണ് ഉള്ളത്.
ഇനിയിപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബീഫ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ തലേ ദിവസം അല്ലാട്ട് അരച്ചത്, അന്ന് രാവിലെ അരച്ച് വെച്ചത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്വാണ്ടിറ്റിയിലല്ലേ ഉള്ളൂ. അപ്പോൾ ഫ്രീസറിൽ നിന്ന് വേണ്ടുന്നത്ര കുറച്ചെടുത്തിട്ട് അരച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം. എന്നാൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, പെട്ടെന്ന് തീരുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആ പച്ചമുളകും കൂടെ ഒരു മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി. ഇതിപ്പോൾ അരച്ചിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ ചൂടായിട്ട് വന്നേരം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിന്. ഇറച്ചിച്ചോറിന് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കാം. അതിലധികം വേണ്ട കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 മീഡിയം സൈസ് ഉള്ളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ ഉള്ളിയും തക്കാളിയും അങ്ങനെ ഒരുപാട് വെന്ത് കിട്ടണ്ട. എന്താ വെച്ചാൽ ഇത് ബീഫ് ആയതുകൊണ്ട് തന്നെ ബീഫ് ഇട്ടിട്ട് ഇപ്പോൾ നല്ലോണം വേവിക്കും. അപ്പോൾ അതിൽ നിന്ന് നല്ലോണം ഉള്ളിയെല്ലാം വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ചെറുതായിട്ട് ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുത്തിന്. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. പെരിഞ്ജീരകം ബീഫ് കറിയിൽ ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ കൊടുക്കും കേട്ടോ. ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. ഇനി ബീഫ് ഇട്ടിട്ട് വേവിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ 4 പൗഡേഴ്സും കൂടെ ചേർത്തിട്ട് പൗഡേഴ്സിൻ്റെ ആ റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ പൗഡേഴ്സ് ചേർത്ത് ഒരു 2-3 മിനിറ്റ് നല്ലോണം വഴറ്റി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് പൗഡേഴ്സെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ അതിൽ നിന്ന് തന്നെ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 1/2 കിലോ ബീഫാണ്. അപ്പോൾ ആ ഒരു അളവിലേക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. 3 കപ്പ് റൈസാണ് എടുക്കുന്നത്. ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയെല്ലാം നല്ലോണം ബീഫിൽ പിടിക്കുന്ന രീതിയിൽ നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഇത് ബീഫും എല്ലാം നല്ലോണം ചൂടായിട്ടാണ് ഉള്ളത്. അപ്പോൾ പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാളും തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതിന് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ക്ലോസ് ആക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് കുക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 1 വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബീഫും മട്ടനും എന്തും കുക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ 1 വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ കൊടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. എന്നാലാണ് എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അത് പരിപ്പാട്ട് പയറാട്ട് എല്ലാം അങ്ങനെ തന്നെയാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല. ആ ടൈമിൽ സ്നാക്കിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ടൈമിൽ എഗ്ഗിൻ്റെ ഒരു മസാല റെഡിയാക്കുന്നുണ്ട് വൈകുന്നേരത്തെ സ്നാക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ബീഫ് വേവുന്ന ടൈമിൽ പെട്ടെന്ന് മസാലയും റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാൻ വെച്ചിന്. പിന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 വലിയ സവാളയാണ് എടുത്തത്, വലിയ ഉള്ളി. അപ്പോൾ മീഡിയം സൈസ് ആണെങ്കിൽ 3 വരെ എടുക്കുക. ഒരു 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിൻ്റെ കഷ്ണം, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു പപ്സിൻ്റെ ആ മസാലേൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാന് ചൂടായാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിന്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നാൽ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചേർത്തിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുക. വലിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇത് വലിയ ഉള്ളിയാണ്. മീഡിയം സൈസ് ആണെങ്കിൽ 3 ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയെല്ലാം വഴന്ന് നല്ല സോഫ്റ്റായിട്ട് കുറച്ച് കളറെല്ലാം ഒന്ന് ചേഞ്ചായിട്ട് വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. കളറെല്ലാം ചേഞ്ചായിട്ട് വരുമ്പോൾ അതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ബാക്കി പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഈ പൗഡേഴ്സെല്ലാം സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാൻ നോക്കാം. ഇങ്ങനെ മസാല ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എഗ്ഗിൻ്റെ മസാലയിൽ ആ എഗ്ഗിൻ്റെ ഫ്ലേവർ ഒന്നും
മണമൊന്നും വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ട് മുട്ട പപ്സ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പൗഡേഴ്സ് എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുക. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാകുന്നവരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ എഗ്ഗിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 12:30ക്ക് ശേഷമാണ് കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ഒരു ഉച്ച ആയതേ ഉള്ളൂ. ഇനി വൈകുന്നേരമാണ് സ്നാക്ക് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷമെല്ലാമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ലാസ്റ്റ് സ്നാക്കിൻ്റെ വീഡിയോ ഒന്നും വൃത്തിയിൽ കാണിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ വന്നതാണ്. പിന്നെ നമ്മൾ കിച്ചണിൽ എന്ത് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ചെല്ലേണ്ട ദുആസും ദിക്റും എല്ലാം ചൊല്ലിക്കൊണ്ട് തന്നെ ചെയ്യാം. ഒന്നാമത് ഒറ്റക്കാവുമ്പം നമുക്ക് ഒന്നും ആരോടും സംസാരിക്കാനോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. എഗ്ഗിൻ്റെ മസാല ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ബീഫിൻ്റെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ അരി കഴുകിയെടുക്കലാണ്. ഇറച്ചിച്ചോറിലേക്ക് വേണ്ടുന്ന 3 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇറച്ചിച്ചോറ് ഉണ്ടാക്കേണ്ട പാത്രം എടുക്കുക. അതിലേക്ക് ഞാൻ ഈ ഉണ്ടാക്കി വെച്ച ഈ ബീഫിൻ്റെ ഈ മിക്സ് ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട്, ഒരുപാട് വെന്ത് പോകണ്ട. എന്താ വെച്ചാൽ ഈ റൈസിൽ വെച്ചിട്ടും കുറച്ച് വേവിക്കാനുണ്ട്. എന്നാൽ ബീഫ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ വെന്ത് കുഴയൂല. ഇനി ഇതൊന്ന് അളന്ന് നോക്കണം. ബാക്കി വെള്ളമാണല്ലോ റൈസിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ 2 കപ്പിൻ്റെ ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 3 കപ്പാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ബീഫ് അടക്കാണ് ഞാൻ അളന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബീഫ് മാറ്റിയിട്ട് അതിൻ്റെ കറി മാത്രം അളന്ന് നോക്കിയാലും മതി കേട്ടോ. ഞാനിപ്പോൾ എക്സ്ട്രാ 1 കപ്പ് വെള്ളം അധികം ചേർക്കുന്നുണ്ട്. ഇത് ഒരു 2 കപ്പായിട്ടാണ് ഞാൻ കൂട്ടുന്നത്, ബീഫ് അടക്കം അളന്നത് കൊണ്ട് തന്നെ. അപ്പം ബാക്കി 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന തോതിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 കപ്പ് ഉണ്ട്, 3 കപ്പ് ഉണ്ട്. പക്ഷെ ബീഫ് അടക്കം അളന്ന് നോക്കിയത് കൊണ്ടാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ബീഫ് മാറ്റിയിട്ട് അളന്ന് നോക്കാം കേട്ടോ. ഞാൻ എപ്പോഴും ചെയ്യുന്നത് ആയതുകൊണ്ടും പിന്നെ കുറച്ച് വെള്ളം കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ബാക്കി വെള്ളം ചേർത്ത് കൊടുത്തിന് ബാക്കി ഞാൻ 2.5 കപ്പ് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കാം. എന്നിട്ട് കഴുകി ഒരു 5 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. കഴുകി ഊറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അരിക്ക് പിടിക്കത്തക്ക ഉപ്പ് ഉണ്ടോ നോക്കണം. എന്നിട്ട് ഇതിൽ ഇനി മല്ലിയിലയോ പുതിനയിലയോ ഒന്നും ഞാൻ കറിയിൽ ചേർത്ത് കൊടുത്തിട്ടാണ്. ഈ ഒരു ടൈമിലാണ് ഇറച്ചിച്ചോറിൽ ചേർത്ത് കൊടുക്കുന്നത്. കറിയിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ ഈ മല്ലിയിലേൻ്റെയും പുതിനയിലേൻ്റെയും എല്ലാം ഫ്ലേവർ റൈസിന് പിടിക്കൂല. അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ഫുള്ള് ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫുൾ ലെമൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ തൈരൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഇറച്ചിച്ചോറ് ഒരു റെഡ് കളറിലെല്ലാം ആയിട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നേരത്തെ കറി ഉണ്ടാക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് ആ കളറിൽ ഇഷ്ടമില്ല, ഈ ഒരു യെല്ലോ കളറിൽ കാണാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കാത്തത്. പച്ചമുളകും കുരുമുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിന്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഈ അരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ നല്ലോണം തിള വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നല്ലോണം തിളച്ച് വന്നാൽ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ റൈസ് വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുത്തതാണ്. ആ ടൈമിൽ കിച്ചണിൽ അന്നേരമില്ല എല്ലാം വൃത്തിയാക്കി എടുക്കലാണ്. പാത്രം കഴുകാനുള്ളത് പാത്രം കഴുകും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം കേട്ടോ. എന്നാൽ ബീഫും എല്ലാം ഒരുപോലെ എത്തുന്ന രീതിയിൽ. ഇനി അതിന് ശേഷം ഇതിലിപ്പോൾ നെയ്യ് ഒട്ടും ചേർത്തിട്ടില്ല. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വഴറ്റുമ്പോൾ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക.
ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5-8 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഇറച്ചിച്ചോറ് റെഡിയായി. ഇനിയിപ്പോൾ അടുത്ത സ്നാക്ക് സ്വീറ്റ് സ്നാക്കാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് ഒന്ന് സ്വീറ്റായിട്ട് ഒന്ന് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കലെന്ന്. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഈത്തപ്പഴത്തിൻ്റെ പോളയാണ്. ഈ ഈത്തപ്പഴത്തിൻ്റെ പോള ഞാൻ കഴിഞ്ഞ വർഷം ഏതോ ഒരു വീഡിയോയിൽ ഡേ ഇൻ മൈ ലൈഫിൽ കാണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിന് വലിയൊരു ഹിസ്റ്ററി എല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അതങ്ങനെ ഞാൻ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ ഒരു ഫുഡിൻ്റെ വിഭവമാണ് കേട്ടോ. ഈത്തപ്പഴം ക്യാരറ്റും ചേർത്തിട്ടാണ് അന്നേരം ഞാൻ ഉണ്ടാക്കിയതിന്. അതാണ് കേട്ടോ ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. പിന്നെ അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ഈത്തപ്പഴം മാത്രം ചേർത്തിട്ടുള്ള പോളയാണ്. ഈത്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ക്യാരറ്റ് ചേർക്കുന്നില്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി. മിക്സിയിലിട്ട് അരക്കോ ഒന്നും വേണ്ട. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുത്തിന് 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മുട്ടയ്ക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ആ ഒരു രീതിയിലാണ് ഞാൻ പോളക്കും ഉന്നക്കായൻ്റെ പണ്ടത്തിലും അല്ല മുട്ടൻ്റെ ആ ഒരു സ്വീറ്റായിട്ടുള്ള പണ്ടത്തിലെല്ലാം അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കൽ. പക്ഷെ പണ്ടല്ലുമില്ലേ ഒരു മുട്ടയ്ക്ക് 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കൽ. പക്ഷേ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർക്കുമ്പോൾ തന്നെ അധികം പോലെയാണ് തോന്നുന്നത്. ഇനിയിപ്പം കിട്ടുന്ന ഷുഗറിൻ്റെ പ്രശ്നമാണോ ഇനി നമ്മളെ പ്രശ്നമാണോ എന്താ അറിയില്ല. അൽഹംദുലില്ലാ നമുക്കങ്ങനെ ഷുഗറൊന്നുമില്ല. പക്ഷേ അധികം മധുരം ഇഷ്ടമില്ല. ഇപ്പം കുട്ടികൾക്കായാലും ഇങ്ങനെ വേണ്ടു. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് ബീറ്റാക്കി എടുക്കുക. മുട്ടയും പഞ്ചസാരയും ഏലക്കായ്പ്പൊടിയും ഇടയ്ക്ക് മോള് വന്നിട്ട് ബീറ്റാക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ലോണം പതിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 1/2 കപ്പ് മൈദയാണ് 4 മുട്ടക്ക് വേണ്ടത്. ഒരു 8 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ടേബിൾ സ്പൂണിൻ്റെ അളവിൽ പറഞ്ഞാൽ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് ഈത്തപ്പഴത്തിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇത് ഈത്തപ്പഴം ഇതിൽ ചേർക്കുമ്പം അടിയിൽ താഴ്ന്നു പോകുന്നതായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇനിയിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് മൈദയിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കുക. പകുതി ഈത്തപ്പഴവും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കുക. സ്പീഡ് കൂടാനേ പാടില്ല. ഇതിലിപ്പോൾ 9 സ്പീഡുണ്ട്. അതിൽ നിന്ന് ഒരു സ്പീഡിലാണ് ഞാനിത് ബീറ്റാക്കി എടുക്കുന്നത്. നല്ല സ്പീഡിലാക്കിയാൽ ഈ പൊങ്ങി വന്നതെല്ലാം താണു പോകും. ഇനി ബാക്കിയുള്ള 1/2 കപ്പ് അല്ല 1/4 കപ്പ് മൈദയും ബാക്കി ഈത്തപ്പഴവും ചേർത്തിട്ട് അതുപോലെ തന്നെ ആ ഒരു 1 സ്പീഡിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി സ്പൂണ് കൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്താലും മതി. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബൂസ്റ്റാണ് കേട്ടോ. ഈ ബൂസ്റ്റ് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കാൻ നോക്കാം. എന്നാലാണ് ആ ഒരു കറക്റ്റ് കളറും അതിൻ്റെ ടേസ്റ്റും എല്ലാം കിട്ടുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ബൂസ്റ്റിൻ്റെ പൊടി തീർന്നിട്ടുണ്ടായിന്. എന്നിട്ട് മാജിന് ഞാൻ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ അയച്ചിട്ട് ഇങ്ങനെ 5 രൂപൻ്റെ പാക്കറ്റാണ് കിട്ടിയത്. അങ്ങനെ 2 പാക്കറ്റ് ചേർത്ത് കൊടുത്തിന്. ബൂസ്റ്റും കൂടെ ചേർത്തിട്ട് ഞാൻ ഇനി ബീറ്ററിൽ ബീറ്റ് ചെയ്തെടുക്കുന്നില്ല. വേണമെങ്കിൽ അതിൽ തന്നെ ചെറിയ സ്പീഡിലൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. മുട്ട നല്ലോണം പതിപ്പിച്ചെടുത്തതല്ലേ, അപ്പോൾ നല്ലോണം ബീറ്റ് ചെയ്യുമ്പം താണു പോകും. പിന്നെ ആ ഒരു ടെക്സ്ചറേ മാറും കേട്ടോ ബേക്കായിട്ട് വരുമ്പോൾ. ഇനി ബൂസ്റ്റിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ബൂസ്റ്റിൻ്റെ പൊടിയും ഈത്തപ്പഴവും എല്ലാം ഒന്ന് ഒരുപോലെ എല്ലാം ഒന്ന് മിക്സാകുന്ന വരെ മെല്ലെ മിക്സാക്കി എടുക്കുക കേട്ടോ. ഒരുപാട് ഇങ്ങനെ ടൈം ഇങ്ങനെ കുത്തി ഇളക്കുകയൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് മിക്സാക്കി ജോയിൻ്റ് ചെയ്തെടുക്കുക കേക്കിനെല്ലാം ചെയ്യുന്ന പോലെ. ഇനിയിപ്പോൾ പോള ഉണ്ടാക്കേണ്ട പാത്രത്തിൽ ഇതുപോലെ നെയ്യ് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുകളിലും എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മുകൾ വശത്ത് പൊങ്ങി വരുമ്പം ഒരു ചെറുതായിട്ട് പിടിക്കുന്ന പോലെ ഉണ്ടാവും. നോൺ സ്റ്റിക്കാണ് എന്നാലും പിടിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മുകളിലേക്കെല്ലാം നെയ്യാക്കി കൊടുക്കുക. നേരത്തെ മിക്സാക്കി വെച്ച ബാറ്റർ ചേർത്ത് കൊടുക്കുക. ഇതിൽ ഞാൻ അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് അത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഈത്തപ്പയും അണ്ടിപ്പരിപ്പും എല്ലാം വെന്തിട്ട് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ കടിക്കുമ്പം. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ ബദാം അതിലേതെങ്കിലും ഒരു നട്ട്സ് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു പഴയ ഫ്രൈ പാൻ്റെ മുകളിലാണ് ഏറ്റവും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ബേക്കായിട്ട് കിട്ടും. ഇതിപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. രാത്രിയിലത്തെ ഫുഡിൻ്റെ ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരത്തെ സ്നാക്കിൻ്റെ മസാല റെഡിയാക്കിയിട്ടുണ്ട്.
പിന്നെ ഈത്തപ്പഴത്തിൻ്റെ കുംസും റെഡി ആയിട്ടുണ്ട്. നമ്മ കുംസ് എന്നാണ് പറയൽ, പോളാന്ന് പറയലേ ഇല്ല. അപ്പോൾ കുംസും റെഡി ആയിട്ടുണ്ട്. ഇനി കിച്ചണും കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് ക്ലീനാക്കി ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ഇത് അരമണിക്കൂറിന് ശേഷം മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് അടിവശവും കൂടെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരെ കുക്ക് ചെയ്തിട്ട് ഓഫാക്കി വെക്കും കേട്ടോ. ഇനിയിപ്പോൾ ലൈറ്റെല്ലാം ഓഫാക്കി ഇനി വൈകുന്നേരം ഞാൻ കിച്ചണിലേക്ക് വരും. അസ്ര നമസ്കാരവും ഓതലും എല്ലാം കഴിഞ്ഞിട്ട് ഒരു 4:30-5 മണിയാകുമ്പോൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ ടൈമിൽ ഇതാ ഞാൻ ഇടയ്ക്ക് വന്നതാണ്. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് അടിവശം ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 4:30-5 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം നല്ലൊരു ആശ്വാസമാണ്. നോമ്പെടുക്കുമ്പം ഫുള്ളിങ്ങനെ ടയേർഡാവും നിർത്താതെ ജോലി ചെയ്യുമ്പം. അപ്പോൾ ഇതുപോലെ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചാൽ പിന്നെ ഒരു 5 മണിക്ക് ശേഷം വന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കുമ്പം നല്ലൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. ഞാൻ ഇങ്ങനെ തന്നെയാണ് പൊതുവേ ചെയ്യൽ. പക്ഷേ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ പണിക്കാറും അങ്ങനെയെല്ലാം ഉള്ളത് കൊണ്ട് അങ്ങനെയെല്ലാം ആയിപ്പോയതാണ്. ഇനിയിപ്പോൾ നേരത്തെ സ്നാക്ക് ഉണ്ടാക്കേണ്ട മസാല റെഡിയാക്കി വെച്ചിട്ടില്ലേ, അതിൻ്റെ ബാറ്റർ റെഡിയാക്കലാണ്. അപ്പോൾ അത് ഒന്നുമില്ല, ഒരു മിക്സീൻ്റെ ജാറിലേക്ക് 1.5 കപ്പ് വെള്ളവും 1 കപ്പ് മൈദ, 1 മുട്ട, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ബീറ്റാക്കി എടുക്കുക. ആ ടൈമിൽ മുട്ട നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിനി, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കലാണ്. അത് മോളാണ് ചെയ്യുന്നത്. ഈ മൈദൻ്റെ ബാറ്റർ ഒരുപാട് കട്ടിയുമല്ല ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിലാണ് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം, 1 കപ്പ് മൈദ, 1 മുട്ട, ആ ഒരു രീതിയിലാണ് ചേർത്ത് കൊടുത്തിന്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഒരു ഫ്രൈ പാനിൽ ഇതുപോലെ ദോശയാക്കിയിട്ട് ചുട്ടെടുക്കലാണ്. നേരിയ ദോശയായിട്ട് ചുട്ടെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് ഒന്ന് ചുട്ടിട്ട് നോക്കുക, എന്നിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നോക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്തിന് കേട്ടോ. അപ്പോൾ ഇത് ചുട്ടെടുക്കാൻ ഇതുപോലെ ഒഴിച്ചിട്ട് മേലെ ഒന്ന് കുക്കായ പാടെ തന്നെ എടുക്കുക, മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. മുകൾ ഭാഗം കുക്കായ പാടെ തന്നെ ഇതുപോലെ ദോശ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക, എന്നിട്ട് അടുത്ത ദോശ ഒഴിക്കുക. ആ ടൈമിൽ തന്നെ മസാല വെച്ചിട്ട് കവർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മൈദൻ്റെ പേസ്റ്റ് വെച്ച് ഒട്ടിക്കോ ഒന്നും വേണ്ട, ആ ചൂടോടെ തന്നെ ഒട്ടിയെടുക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ദോശയെല്ലാം ചുട്ട് വെച്ച് പിന്നെ മസാല ആക്കിയിട്ട് വെക്കുമ്പോൾ മൈദൻ്റെ പേസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണ്ടേ, അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഒന്നാവുമ്പോൾ തന്നെ അവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലത്തെ സ്നാക്ക് ആക്കുമ്പോൾ ഞാൻ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ദോശ ആദ്യം തന്നെ ചുട്ട് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ മൈദൻ്റെ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ മേലെ മറിച്ചിടാൻ പാടില്ല, മേലെ ഒന്ന് കുക്കായ പാടെ തന്നെ ആ ദോശ എടുക്കുക. ഇതുപോലെ തന്നെ സ്പ്രിങ് റോളും ഇതുപോലെ ഉണ്ടാക്കുന്ന എല്ലാ സ്നാക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ആ ടൈമിൽ നമുക്ക് ഇതുപോലെ മസാല ചേർത്തിട്ട് മടക്കി അവിടെ വെക്കുക. അപ്പോൾ മൈദൻ്റെ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിക്കേണ്ട ആ ടൈമും വരുന്നില്ല. പിന്നെ ഈ ദോശ ചുട്ടെടുക്കുന്ന ആ ടൈമിൽ തന്നെ ഈ മസാലയെല്ലാം ഫില്ല് ചെയ്ത് സ്നാക്ക് റെഡിയാക്കാനും പറ്റും. അപ്പോൾ അതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ വെക്കുന്ന പാത്രത്തിൽ നെയ്യ് കുറച്ച് പുരട്ടി കൊടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇത് ചൂട് ദോശയല്ലേ, അപ്പം ചൂടോടെ തന്നെ വെക്കുമ്പോൾ ചിലപ്പം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതിലാണോ, ഞാനിപ്പം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണയിൽ മുക്കി പൊരിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഇനി നെയ്യ് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയിൽ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നെയ്യിൽ ചേർക്കുമ്പോഴാണ് ഈ സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ബട്ടർ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഏതാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് അത് ആ പാത്രത്തിലൊന്ന് സ്പ്രെഡാക്കിയിട്ട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും കേട്ടോ. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ആ ദോശ ചുട്ട് കഴിയുമ്പം തന്നെ ഈ സ്നാക്കും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 12 എണ്ണം ഉള്ളത്. ഈ ഒരു മാവ് വെച്ചിട്ട് 12 എണ്ണം ആവില്ല കേട്ടോ. ഞാൻ അതിന് ശേഷം 1/2 കപ്പ് മൈദയും കൂടെ എടുത്തിട്ടുണ്ടായിന്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 3/4 കപ്പ് വെള്ളവും 1 മുട്ടൻ്റെ പകുതിയും അങ്ങനെ വെച്ചിട്ട് അടിച്ചെടുത്തിട്ട് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി മാറും കേട്ടോ, മുട്ടൻ്റെ അളവും എല്ലാം നോക്കിയിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. തിന്ന് ദോശയായിട്ട് തന്നെ ചുട്ടെടുക്കാൻ നോക്കുക. ഇനി ഇത് മുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററും കൂടെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 മുട്ട, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സ്, കുറച്ച് മല്ലിയിലയും ഇതെല്ലാം ചേർത്താൽ നല്ല ഒരു ഫ്ലേവർ കിട്ടും സ്നാക്കിന്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ കുറച്ച് നെയ്യ്, ഇത്രയൊന്നും നെയ്യ് വേണമെന്നില്ല, നെയ്യിൽ ഒന്നിങ്ങനെ ചെറുതായിട്ട് വാട്ടിയെടുക്കുക.
അപ്പോൾ ആ ടൈമിൽ പുറത്ത് ഒരാൾ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് അവർക്ക് ചായ കൊടുക്കലാന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഉള്ളിൽ മൊത്തത്തിൽ ഇങ്ങനെ ഈത്തപ്പഴവും നട്ട്സും എല്ലാം കടിക്കാൻ കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ആ ടൈമിൽ മോള് ആ എഗ്ഗിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിന് പാനിലേക്ക്. ഇനി ഇതുപോലെ തിരിച്ചും മറിച്ചും അതിൻ്റെ സൈഡും എല്ലാം ഒന്ന് മൊരിച്ചെടുക്കുക. ഇതുപോലെ നെയ്യിലോ ബട്ടറിലോ തന്നെ ഇത് ചെയ്യാൻ നോക്കുക. ഓയിലും വെളിച്ചെണ്ണയിലെല്ലാം ചേർത്താൽ ഇത്ര ടേസ്റ്റ് കിട്ടൂല കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സ്നാക്കെല്ലാം പെട്ടെന്ന് നോമ്പല്ലാത്ത ടൈമിലും ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എല്ലാം ഈ പുറത്തുനിന്നെല്ലാം വാങ്ങി കൊടുക്കുന്നതിന് പകരം ഒരു അരമണിക്കൂർ കൊണ്ടെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യവുമില്ല. ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ബാക്കിയെല്ലാം കൂടെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം മുട്ടയിൽ മുക്കുന്നത് കാണിച്ചിട്ടില്ല, അത് മോള് ആണ് വെച്ചിട്ടുണ്ടായിന്. ഇതുപോലെ എന്നിട്ട് ആ മല്ലിയിലയെല്ലാം ഒന്ന് ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കാണാൻ മൊരിഞ്ഞ് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ മൊരിച്ചെടുക്കുക കേട്ടോ. ഇതിന് വേവാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുക. ഇതിപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കലാണ്. ഞാനിപ്പോൾ ചിക്കു ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സപ്പോട്ട എല്ലാം ഇതുപോലെ തൊലി കളഞ്ഞിട്ട് മക്കൾ ബൗളിലാക്കി വെച്ചിട്ടുണ്ടായിന്. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിന്. അപ്പോൾ സപ്പോട്ടൻ്റെ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ ബൂസ്റ്റിൻ്റെ പൊടി തന്നെ നേരത്തെ 4 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലത്തെ 5 രൂപേൻ്റെ. എന്നിട്ട് 2 പാക്കറ്റ് ഇതിലേക്കും ചേർത്ത് കൊടുത്തതിന് നല്ല കട്ടപ്പാൽ. അപ്പോൾ ചിക്കു ഷേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കട്ടപ്പാലിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. ഞാനിപ്പോൾ 1 കപ്പ് സാദാ വെള്ളവും ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കട്ടിയിൽ നോമ്പിൻ്റെ ടൈമിൽ കുടിക്കാനാവില്ലല്ലോ. മറ്റുള്ള സമയത്തെല്ലാം ഇങ്ങനെ വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുക്കുമ്പോൾ കേട്ടോ നല്ല ടേസ്റ്റ്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇപ്പം അടിച്ചെടുത്തിട്ടില്ല. ഇതിപ്പോൾ 6 മണി ആയതേ ഉള്ളൂ. ഒരു 6:30 ആകുമ്പം അടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ടൈമിൽ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുക്കലാന്ന്. ഇന്നിപ്പോൾ ബത്തക്കയുണ്ട്, പിന്നെ ആപ്പിൾ, മുന്തിരി, അങ്ങനെ. ഇന്നിപ്പോൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇടയ്ക്ക് 2 മണിക്കൂർ റെസ്റ്റ് എടുക്കും എല്ലാം ചെയ്തതുകൊണ്ട് നല്ല ആശ്വാസമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ നോമ്പ് തുറയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ചിക്കു ഷേക്കും എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കു ഷേക്ക് നേരത്തെ അടിക്കാത്തത് എനിക്ക് ഓർമ്മയുണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ അടിച്ച് വെച്ചെന്നാണ് വിചാരിച്ചത്. ടൈം ആകുമ്പോൾ ഓർമ്മ വന്നതാണ്. പെട്ടെന്ന് വന്നിട്ട് അടിച്ചെടുക്കലാണ് കേട്ടോ. ഇതെല്ലാം നേരത്തെ അടിച്ച് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എൻ്റെ മുന്നേ ഉള്ള വീഡിയോസിലെല്ലാം ഒരുപാട് നല്ല കമൻറ്റ്സ് തന്നിട്ടുണ്ടായിന്. അപ്പോൾ കമൻറ്റ് തന്നവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇന്നിപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയിലെല്ലാം തിരക്ക് പിടിച്ച പോലെയാണ് കേട്ടോ വീഡിയോ എടുത്ത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, അൽഹംദുലില്ലാ നമ്മെല്ലാവരും നോമ്പ് തുറക്കലാണ്. ഇതിപ്പോൾ നോമ്പെല്ലാം തുറന്ന് നിസ്കാരവും ഓതലും എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഇറച്ചിച്ചോറ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് വിളമ്പുന്നത് കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ റൈസെല്ലാം നല്ലോണം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിച്ചോറ് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക. ബീഫ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ബീഫിൻ്റെ ആ കറിയിൽ തന്നെ റൈസ് അടക്കം വേവിച്ചെടുക്കുന്ന ചോറാണ്. അപ്പോൾ ഇനി നമ്മളെല്ലാവരും ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഒരുപാട് പേര് ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാത്തവരുണ്ട്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഇന്നത്തെ റെസിപ്പീസ് എല്ലാം മസ്റ്റ് ട്രൈ റെസിപ്പീസാണ്. പുഡിങ്ങിൻ്റെ കാര്യം മറക്കണ്ട. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാ പുതിയ റെസിപ്പീസോ വ്ളോഗ്സോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ. അസ്സലാമു അലൈക്കും.